ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സാനി, നാവിൻ്റെ രണ്ടാമത്തെ തെറ്റ് അൽ ഹുൽഫു ഫിൽ വായതി, കൊടുത്ത വാക്കിൽ ലംഘനം നടത്തലാണ്. കയ്യാക്കാൻ താഴ്ത ബി ഷൈഇൻ വലാ തഫീ ബിഹി, നീ പൂർത്തിയാക്കാത്ത വിധം ഒരു ഷെയ് കൊണ്ട് വാഗ്ദാനം ചെയ്യലിനെ നീ സൂക്ഷിക്കണം. ബൽ, എങ്കിലും യംബഗി, അത്യാവശ്യമാണ് അൻ യകൂന ഇഹ്സാനു കൈലൻ നാസി, ജനങ്ങളിലേക്ക് നീ ചെയ്തു കൊടുക്കുന്ന നന്മയാകൽ ഫെയിലൻ, പ്രവർത്തനമാകണം. ബില കൗലിൻ, വാക്ക് കൊടുക്കാതെ. ആളുകൾക്ക് വേണ്ടത് അങ്ങനെ ചെയ്തു കൊടുക്കുക. ഞാൻ ചെയ്തു തരാൻ ആദ്യം പറയാൻ നിൽക്കൊന്നും വേണ്ട. ഫൈത്തറർത്തയിൽ വായതി, വാക്ക് കൊടുക്കലിലേക്ക് നിർബന്ധിതനാണെങ്കിൽ ഫയ്യാക്കാൻ തൊഹലിഫ, അത് ലംഘിക്കലിനെ നീ സൂക്ഷിക്കണം. പരമാവധി വാക്ക് കൊടുക്കണ്ട, സംഗതി ചെയ്തു കൊടുത്തോ. വാക്ക് കൊടുത്താലോ അത് ലംഘിക്കാനും പാടില്ല. ഇല്ലാലി അജിസിൻ, അശക്തത ഉണ്ടെങ്കിലല്ലാതെ, ഔ ലറൂറത്തിൻ, നിർബന്ധ സാഹചര്യം ഉണ്ടെങ്കിലല്ലാതെ. എന്തോ നിർബന്ധ സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്ക് കൊടുത്ത വാക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫൈന്നദാലിക്കായി വാഗ്ദാന ലംഘനം മിൻ അമാറാത്തിൻ നിഫാഖി, കാപട്യത്തിന്റെ ലക്ഷണങ്ങളിൽ ഭക്ഷണങ്ങളിൽ പെട്ടതാണ്. വഹവാഹിദിൽ അഖ്ലാഖി, വളരെ മോശപ്പെട്ട സ്വഭാവങ്ങളിലും പെട്ടതാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ള പറയാണ്, സലാസുൻ, മൂന്ന് തെറ്റ്, മൻ കുന്ന ഫീഹി, ആരിലെങ്കിലും ആ മൂന്ന് തെറ്റുണ്ടായാൽ, വഹു മുനാഫിഖുൻ, അവൻ കപടനാണ്. വൈൻ സാമ വസല്ലാ, നിസ്കരിച്ചാലും നോമ്പറ്റാലും ശരി. അതാണ് ആ മൂന്നാൾ തെറ്റ്. മൻ ഇദാ ഹദ്ദസ കദബ, വർത്തമാനം പറയുന്ന കളവ് പറയുന്നവൻ. വൈദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നവൻ. വൈദ തുബിന ഖാന, വിശ്വസിക്കപ്പെട്ടാൽ ചതിക്കുന്നവൻ. അസാലിസു, മൂന്നാമത്തെ പ്രശ്നം അൽ ഗീബത്തു, ഗീബത്താണ്. ഇഹ്ഫദ് ലിസാനക, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. മിൽ ഗീബത്തി, പരദൂഷണം പറയലിനെ തൊട്ട്. ഫൽ ഗീബത്തു, ഒറ്റ ഗീബത്ത്, അശദ്ദു, അത് ഗൗരവമുള്ളതാണ്. മിൻ സലാസീന സന്യത്തൻ, 30 വ്യഭിചാരത്തിനേക്കാൾ ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ. കദാലിക വർദബിൽ ഖബരി, നമ്മൾ പറയണല്ല, ഹദീസ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ മാനുൽ ഗീബത്ത്, ഗീബത്ത് എന്നോട് ഉദ്ദേശിക്കുന്നത് തദ്കുറ ഇൻസാനൻ, ഒരാളെ പറ്റി നീ പറയലാണ്. വിമാ യക്റഹു, ആ മനുഷ്യനിക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നുകൊണ്ട്. ലൗ സമയവ്, കേട്ടിരുന്നുവെങ്കിൽ. ഫഅന്ത മുഗ്താബുൻ ലാലിമുൻ, നീ പരദൂഷണം പറഞ്ഞവനും അക്രമം കാണിച്ചവനുമാണ്. വൈൻ കുന്ത സാദിക്കാൻ, നീ സത്യം പറയുന്നവനാണെങ്കിൽ തന്നെ. വയ്യാക്കാൻ, നിന്നെ നീ സൂക്ഷിച്ചോ. ഗീബത്തൽ ഖുറാഇൽ മുറായിന, ലോകമാന്യക്കാരാധാരിക്കുന്ന ചില പണ്ഡിതന്മാർ പറയുന്ന ഒരു ഗീബത്തുണ്ട്, അത് നല്ലോണം കരുതണം. ബഹു, ആ ഗീബത്ത് ഇങ്ങനെയാണ്. ബിയാൻ തുഫ്ഹിമൽ മഖ്സൂദ മിൻക, നിന്റെ വക്കിൽ നിന്ന് ഉദ്ദേശത്തെ നീ അവനിങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം. മിൻ ഗൈരി തസ്രീഹിൻ, തുറന്നു പറയാതെ. എങ്ങനെ ഫതഖൂലിജു, പറയാ, അസ്ലഹുല്ലാഹ്, അല്ലാഹു അവനൊക്കെ നന്നാക്കട്ടെ. വഖദ് സാഅനി, വഗമ്മനി, എന്നെ വല്ലാതെ മുഷിപ്പിക്കുകയും ടെൻഷനാക്കുകയും ചെയ്തു. മാ ജറ അലിഹി, ഓൻ്റെ മേലിലൊക്കെ നടന്ന ഒന്ന് ഓൻ്റെയൊക്കെ നടക്കേണ്ടതല്ലേ ഇനി എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കണമെന്ന് മനസ്സിലാവുമല്ലോ ഓൻ്റെ തെറ്റ് ചെയ്തിരുന്നുള്ളത്. ഫനസ്അലുല്ലാഹ തആല, അള്ളാഹനെ നമ്മൾ ചോദിക്കുന്നു. യുസ്ലിഹന വയ്യാഹു, നമ്മൾ ഓനൊക്കെ അള്ളാഹ് നന്നാക്കാനാണ് നമ്മളെ ചോദിക്കുന്നു എന്നൊക്കെ പറയാം. ഫഇന്ന ഹാദ, നിശ്ചയമായിട്ടും ഈ സംസാരം ജംഉ ബൈന ഹബീസൈനി, രണ്ട് വൃത്തികേടിൻ്റെ ഇടയിൽ ഒരുമിച്ച് വിട്ടലാണ്. അഹദുഹുമ, ഒന്നാമത്തെ വൃത്തികേട് അൽ ഗീബത്ത്, ഒന്ന് ഗീബത്ത് തന്നെ. ഇദാ ഹസല മിൻഹു തഫഹുമു, ഈ കേൾക്കുന്നവരിൽ നിൻ്റെക്കൽ നിന്ന് കാര്യം കരസ്ഥമാകുമ്പോൾ ഒന്ന് ഗീബത്തായി. വല്ലാഹറു, മറ്റേ ഗീബത്ത് തെറ്റെന്താ അറിയോ? തസ്കിയത്തുൻ നഫ്സി, സ്വശരീരത്തിനെ സംസ്കരിച്ച് സംസാരിക്കലാണ്. വസനാഉ അലൈഹ, സ്വന്തം നഫ്സിൻ്റെ മേലിൽ പുകഴ്ത്തലുമാണ്. തജ്രീഹിലി വരിക, വേറെ ആളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും. വസ്സലാഹിലി നഫ്സിക, അവനാനെ നന്നാക്കിക്കൊണ്ടും. വലാക്കിന്നെങ്കിലും ഇൻകാന മഖ്സൂദ് കമീൻ കൗലിക അസ്ലഹുല്ലാ, അസ്ലഹുല്ലാ നീ പറഞ്ഞതിനാലുള്ള ഉദ്ദേശമാണെങ്കിൽ അദ്ദുആ, ശരിക്കും എന്നോട് ദ്വാരക്കാനാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ഫദ്ഉലഹു ഫി സിരി, അവർക്ക് വേണ്ടിയാണ്ട് ഇജ്ജ് വല്ല സ്വകാര്യമായിട്ട് ദ്വാരന്ന് കൊടുത്തളാം. എന്താ ആൾക്കാരുടെ പോയാണ് മൈക്കെട്ടിങ്ങാണ്ട് ദ്വാരക്കേണ്ട ആവശ്യം? വൈതമി സബബിഹി, അത് കാര്യമായിട്ട് അങ്ങനെ ടെൻഷൻ ഉണ്ടായി നിച്ചോളി. എന്നാൽ ഫാലാമത്തുഹു, അതിൻ്റെ അടയാളം അന്നക്കാ നിശ്ചയമാട് നീ ആകലാണ്. ലാ ദുരീദു, ഉദ്ദേശിക്കാത്തവനാകലാണ്. ഫലിഹത്തഹു, ഓനെ വഷളാക്കലിനെയും ഉദ്ദേശിക്കാതിരിക്കലാണ്. ഫലി ഇൽഹാർ ഐബിഹി, അവൻ്റെ തകരാറ് പബ്ലിസിറ്റി നടത്തലിന് ഉദ്ദേശിക്കാതിരിക്കലാണ്. വഫി ഇൽഹാരിക്കൽ ഒമ്മബി ഐബിഹി, അവൻ്റെ തകരാറുകാരമായിട്ട് ടെൻഷനെ പരസ്യമാക്കുന്നതിലുണ്ട്. എന്തുണ്ട്? ഇൽഹാറു ഐബിഹി, അവൻ്റെ തകരാറിനെ പരസ്യപ്പെടുത്തലുണ്ട്.
വേക്കുഫീക്കാൻ നിനക്ക് മതിയല്ലോ സാജിറൻ അനിൽ ഗീബത്തി, ഗീബത്തിനെ തൊട്ട് വിലങ്ങുന്നതായ നിലയിൽ എനിക്ക് മതിയല്ലോ, അതിൽ വിലങ്ങുന്ന വസ്തുവിനാൽ എനിക്ക് മതിയല്ലോ, കൗലുഹു അള്ളാന്റെ കൗൽ തന്നെ മതിയല്ലോ. നിങ്ങളെന്ന് ഒരാൾ ചിലർ മറ്റു ചിലരെ പരദൂഷണം പറയരുതേ. അയ്യുഹിബ്ബു അഹദുക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുമോ ആ യക്കുല ലഹ്മാഹി, ആ തൻ്റെ സഹോദരൻ്റെ മാംസം കഴിക്കലിനെ, മൈത്തൻ ആ സഹോദരൻ തന്നെ മരിച്ചിടക്കുന്നവൻ ആ നിലയിൽ ഫക്കരിത്തുമുഹു, നിങ്ങൾക്ക് വെറുപ്പല്ലേ? പിന്നെ എനിക്ക് വെറുപ്പുണ്ടാകേണ്ട മനുഷ്യ. ഫഖദ് ശബ്ബഹക്കല്ലാഹു, അള്ളാഹു ദുഷ്യനെ തെല്യപ്പെടുത്തിയില്ലേ ബി ആക്കിലി ലഹമിൽ മൈത്ത, ശവത്തിൻ്റെ മാംസം കഴിക്കുന്നവനോട്. ഫമാജിതറക്ക, നിന്നെ അർഹമാക്കിയ വസ്തു എന്താണ്? അൻതഹത്തരിസ മിൻഹാ, ആ ഗീബത്തിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കലിനെ. അപ്പം എന്താണ് ഈ ഇങ്ങനെയൊക്കെ ഈ ശവം തിന്നോട് തുല്യപ്പെടുത്തിയിട്ട് ഈ ഗീബത്തെ തൊട്ട് ഇനി വിട്ടുക എന്താ എനിക്ക് വേണ്ടേ പോരെ? ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പറയാം.